നമസ്കാരം. ഇന്നലെ ഉത്തര ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. തനൂജായ ഇരട്ടപ്പേരും പറഞ്ഞ് കിണൂജായ്ക്കൊരു വീടിനുള്ള അന്തങ്ങളെന്നും പറഞ്ഞു. ആരെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കട്ടെ. ഇയാൾക്കെന്തോ വേണോടെ ഉത്തരേ? ഇയാളെടുത്ത് ആ കൊച്ചിനെ വെച്ച് കണ്ടൻ്റ് ആക്കുന്ന എന്തിനാ? ഇയാൾക്ക് ആ കൊച്ചിനെ വിറ്റ് തിന്നണമെന്ന് ആഗ്രഹം ഇയാൾക്കുമായോ? ഇയാൾ ഇതേപോലെ ആയിരുന്നു. നെജിലായ ആദ്യം വീഡിയോ ചെയ്ത് നെജിലാക്കെതിരെ 2 വീഡിയോ കണ്ട് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് അവൾക്ക് സപ്പോർട്ടായിട്ടാണ്. അന്നേരം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമാണ് നിനക്ക് ഉത്തരേ. എന്തിനാ ഇനി അവരെ അങ്ങ് വെറുതെ വിട്ടുകൂടെ? അന്തങ്ങൾ വിചാരിച്ചപ്പോൾ അവൾക്കൊരു വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്ത്. അവളുടെ കാശിൻ്റെ പുറത്തല്ല, അന്തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശിൻ്റെ പുറത്താണ് ഒരു വീടെടുത്തു കൊടുത്ത് വാടകയ്ക്ക്. ഇനി വാടക അവർ കൊടുക്കണം, താമസിക്കുന്നവർ. അവരെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. എന്തിനാ അവരെ ചുമ്മാ കടന്ന് ഇയാളും ഈ ഉത്തരേന്ന് പറയുന്ന വ്യക്തിയും ഒരു മിനി, ഒരു സനു, ഒരു സുനിത കാസിം, ഒരു ഇവള് ഷമീറ, നിങ്ങൾക്കൊക്കെ അവളെ ചോര കുടിച്ചിരിക്കണോ? അയ്യേ, കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങ്. അവരെങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ച് പൊക്കോട്ടെ. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് 2 മക്കളെങ്ങാണ്ടില്ലേ? ആ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും ഇവരെ തള്ളയും മോളെ അങ്ങ് വെറുതെ വിട്ടൂടെ? സ്ത്രീയെ നീ വന്നിരുന്നില്ല, വലിയ ജഡ്ജിയെ കണക്കാണ് വന്നിരുന്ന് സംസാരിക്കുന്നതൊക്കെ. ആദ്യം നീ നിൻ്റെ കാര്യം നോക്ക്, എന്നിട്ട് വേണം ബാക്കിയുള്ളവരെ കാര്യം പറയേണ്ടത്. അവർ പറ്റിച്ചോ എടുത്തോ എങ്ങനെയോ കഴിഞ്ഞോട്ടെ. അവരെ ഇഷ്ടപ്പെടുന്നവർ അവർക്ക് കാശ് കൊടുക്കുന്ന, അല്ലാതെ നിൻ്റെ മുമ്പിൽ വന്ന് കൈ നീട്ടിയില്ലല്ലോ. ഉത്തരേ, എനിക്ക് വീട് മേടിക്കാൻ നീ പൈസ തരാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അന്നേരം നീ അവരെ അങ്ങ് വെറുതെ വിട്ടേക്ക്. അവരെ ഇഷ്ടപ്പെടുന്നവർ അവർക്ക് കാശ് കൊടുക്കുന്നു, അത് കൊടുത്ത് അവർ ജീവിക്കുന്നു. അവരെങ്ങനെയും ആയിക്കോട്ടെ, അതിനങ്ങ് വെറുതെ വിട്ടൂടെ? അന്തങ്ങൾ 1 രൂപ പോലും തനൂജയുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് മേടിക്കുമല്ലോ. അവരൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ കടന്ന് അധ്വാനിച്ചുണ്ടായിരിക്കുന്നതിൽ നിന്നുമാണ് ഓരോഹരി തനൂജയ്ക്ക് കൊടുക്കുന്നത്. ഇനി തനൂജയ്ക്കൊരു വീടും ആവും. ആരും തനൂജയെ പറ്റിക്കില്ല. അത് നിൻ്റെയൊക്കെ ഉദ്ദേശങ്ങളാണ്. നീ ഒരു സനു, ഒരു മിനിയും. മിനിക്കൊന്നും നാണമില്ലാതിരുന്നാ ഈ സംസാരിക്കുന്നത്. ബോധത്തോടാണോന്നറിയാൻ വയ്യ സംസാരിക്കുന്നത്. നീയൊക്കെ കള്ളു കുടിച്ചിട്ടായിരിക്കും നീയൊക്കെ ചുമ്മാ ഇരുന്ന് തനൂജയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്യാനായിട്ട് ഇറങ്ങുന്ന. ബാക്കി ആർക്കും കുഴപ്പമില്ല. നിനക്ക് ഈ 4 ബ്ലോഗർമാർക്കേ ഉള്ളൂ കുഴപ്പം, അവൾക്കൊരു വീഡിയോ കിട്ടുന്നതിന്. ഇനിയെങ്കിലും അങ്ങ് കുറച്ച് ഒതുങ്ങ്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ.